ചേട്ടനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു, ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അത് ആ പൊളി. അത് ലുക്കിലല്ലേ, ലുക്കിലാണോ അതോ പെർഫോമൻസിലാണോ? രണ്ടും ഭയങ്കര പൊളിയാ. ബിഗ് ബോസിൽ വരാൻ ഏറ്റവും കൂടി ആഗ്രഹിച്ച ആളാണ് എന്റെ ചേട്ടൻ. അതെ, അതായത് ചേട്ടനായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം ബിഗ് ബോസിൽ വരണം. ചേട്ടന് വരണം കേട്ടോ. ആ പക്ഷെ വന്നത് ഞാനാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടോ കുഴപ്പമില്ല. എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഈ എൻട്രി തന്നെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ലാലേട്ടൻ എൻ്റെ അടുത്ത് ഇവിടെ സംസാരിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഗസ്റ്റായിട്ട് നിന്നിട്ട് ഞാൻ വിചാരിച്ച എന്നെ കൺഫെഷൻ റൂമിൽ കൂടെ എന്നെ കയറ്റിയത് കൺഫെഷൻ റൂമിൽ കൂടെയാണ്. അപ്പം ഞാൻ വിചാരിച്ച കൺഫെഷൻ റൂമിൽ കൂടെ എന്നെ പുറത്തേക്ക് വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒരു വാല്യൂ എനിക്ക് ബിഗ് ബോസ് ടീം എനിക്ക് തന്നു എന്നുള്ളതാണ്. ഞാനെന്ന വ്യക്തിക്ക് ഒരു വാല്യൂ തന്നു. ആ കാരണം ലാലേട്ടൻ്റെ അടുത്തേക്ക് എന്നെ വിളിച്ചു. ആ സ്റ്റേജിൽ എന്നെ വിളിച്ച് ലാലേട്ടൻ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ടീമിന് ചെയ്യേണ്ട കാര്യമില്ല. അതിലൊക്കെ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ മുതൽ ഒരാളെ എനിക്ക് വീണ്ടും കാണാൻ പറ്റി. അദ്ദേഹം എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. അപ്പോൾ ബിഗ് ബോസ് ടീം എനിക്ക് ആ ഒരു വാല്യൂ തന്നു. അപ്പോൾ ഒരു അതിഥിക്ക് വേണ്ട ഒരു വാല്യൂ എനിക്ക് തന്നിട്ടുണ്ട് ലാലേട്ടൻ. അതെ, ലാലേട്ടൻ വളരെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ എനിക്കതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആയിട്ട് വിളിക്കണമെങ്കിൽ എന്നിൽ എന്തോ ഇല്ലാതെ അവർ ആയിട്ട് എന്നെ വിളിക്കില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് ഒരാഴ്ച ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ അന്ന് ആ ഒരു നല്ലൊരു എൻ്റെ മനസ്സിൽ ഞാൻ ഒരു നല്ലൊരു ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ബലത്തിലാണ് ബിഗ് ബോസ് ടീം എന്നെ വീണ്ടും അതിഥിയായിട്ട് എന്നെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇനിയും വിളിച്ചാൽ ഞാൻ പോകും. പറയാൻ പറ്റില്ല, ചിലപ്പോഴൊക്കെ മാറ്റി പിടിക്കുന്ന സീസണാണല്ലോ. അപ്പോൾ പറയാൻ പറ്റില്ല. വിളിച്ച ഒരു ഗെയിമറായിട്ട് നാളെ വരാൻ പറഞ്ഞാൽ നാളെ ഞാൻ ഫ്ലൈറ്റ് കയറും. ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാം സന്തോഷത്തിനെ ഒരു 2 വരി അങ്ങോട്ട് 2 വരി കീച്ചണം അല്ലേ? അപ്പോൾ ഏതാ കീച്ച? കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേങ്ങന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേങ്ങന്റെ തപ്പു വേണം. ഇനി വേറൊരു പാട്ടുണ്ട്, മറ്റേ അത് വേണ്ട, അത് ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. ഇഷ്ടപ്പെടില്ല. ഉണ്ട കഴിഞ്ഞു. ഉണ്ട വേണ്ട. ഇനി വേറൊരു പാട്ട് വേറൊരു പാട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് വീണ്ടും ഹ്യൂമറായിട്ട് ഇറങ്ങും. ചക്കറ ബേബി നാൻ ബണ്ണു കരക്ട് പയ്യ നീ ബണ്ണോ നീ ബണ്ണോ എത്ര നാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി, എത്ര നാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി. എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കരട്ട് പയ്യ, എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കരട്ട് പയ്യ. നീയൻ കരളല്ലേ നീയൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം പാരി തറും ഞാൻ. നീയൻ കരളല്ലേ നീയൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം പാരി തറും ഞാൻ. ഏയ് ചക്കറ ബേബി നാൻ ബണ്ണു ഇനിയുണ്ട്. കാലം പോകുന്നു വയസ്സ് കൂടുന്നു നിനക്കെൻ്റെ കൂടെ വന്നോടെ ചക്കറ ബേബി. കാലം പോയിക്കോട്ടെ വയസ്സ് കൂടിക്കോട്ടെ ഒരിക്കലും നിന്റെ കൂടെ വരില്ലടാ കരട്ട് പയ്യ. നീയൻ തേനാണ് നോവാണ് കാറ്റാണ് തീയാണ് പെണ്ണെ അരിമുള്ളേ പെണ്ണെ തേൻ പൂവേ പെണ്ണെ തേനാണു നീ പെണ്ണെ റോസാപ്പൂ. ചക്കറ ബേബി നാൻ ബണ്ണു കരട്ട് പയ്യ നീ ബണ്ണു എത്ര നാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി, എത്ര നാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി. നീയൻ കരളല്ലേ നീയൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം വാരി തറും ഞാൻ. നീയൻ കരളല്ലേ നീയൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം വാരി തറും ഞാൻ. താങ്ക് യു. അപ്പോൾ